നല്ലപോലെ നമുക്ക് ചപ്പാത്തി എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം. നല്ല രീതിയിൽ കല്ല് ചൂടായിട്ട് ശേഷം മാത്രമേ ചപ്പാത്തി ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കനം കുറഞ്ഞ രീതിയിൽ പരത്തിയ ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ചുടുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് മെയിനായിട്ട് നമ്മളുടെ ചപ്പാത്തി നല്ലപോലെ പൊന്തി വരാത്തത്. നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ചെറുങ്ങനെ കുമിള പോലെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ചിടും. ഞാനും ആദ്യമെല്ലാം ചെയ്തിരുന്നൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ വീണ്ടും തിരിച്ചിടുമ്പോൾ അതിലേയും കുമിള പോലെ പൊന്തി വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെയും തിരിച്ചിടും. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് പിന്നെയും ശരിയാവാത്തത് കൊണ്ട് നമ്മൾ ആ തവി കൊണ്ടെല്ലാം പ്രസ് ചെയ്ത് കൊടുക്കും. അന്നേരം ശരിക്കും അങ്ങ് പൊന്തി വരത്തില്ല. മാത്രമല്ല പിന്നെ ഒരുപാട് സമയം ഇട്ടാൽ അതിൻ്റെ സൈഡ് കരിഞ്ഞും പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ വൺ സൈഡ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ കുമിള പോലെ വരില്ലേ, അപ്പോൾ നമ്മളതെടുത്ത് മറിച്ചിട്ടിട്ട് പിന്നെ തിരിച്ചിടണ്ട, അങ്ങനെ തന്നെ കിടക്കുമ്പോൾ കണ്ടോ നല്ലതുപോലെ നമ്മൾ പൂരിയൊക്കെ പൊന്തി വരുന്ന പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരും. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. കണ്ടോ ഫുള്ളും വന്നു. വേണമെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. ഇത് ഫുള്ളും ഇങ്ങനെ വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ കമൻറ്റ് ലൈക്ക് വെക്കുക.